എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ചിക്കൻ കുഴിമന്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് എങ്ങനെ ഈ കുഴിമന്തി വീഡിയോ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞങ്ങൾ ഇതിൽ പച്ചമുളകും കൂടി അരച്ച് ചേർക്കാറുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ മന്തി മസാല ചേർത്ത് കൊടുക്കുക. ഈ മന്തി മസാല ഓൾറെഡി സോൾട്ട് ഉള്ളതാണ്, അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മളിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. ഫൈനലി നമ്മളിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ മസാലയുടെ ഒരു ചൊയ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലുള്ളതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ മസാലയിൽ ചിക്കൻ ഒന്ന് ഇട്ടിട്ട് നന്നായി ചിക്കനിൽ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ മസാല കംപ്ലീറ്റ് നമ്മൾ 1 by 1 പീസസ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് മന്തിയുടെ ആ ഒരു ചിക്കനല്ല കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുന്ന പോലത്തെ ചിക്കൻ്റെ പീസാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ അതിന് കൂടെ മന്തിയുടെ ടൈപ്പ് ചിക്കൻ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും സെയിം ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കാണുന്ന ലുക്കിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അങ്ങനെ ഫുൾ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇതിന് വേവുന്നത് വരെ നമ്മളൊന്ന് വിസിൽ ചെയ്യുക. അങ്ങനെ കുക്കർ ഒരു 4 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ല, നമ്മളെ ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ച് പറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലുള്ള വെള്ളമൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ ചിക്കൻ മാത്രം നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനെ നമുക്കൊന്ന് വേറൊരു മസാലയിൽ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം. നെക്സ്റ്റ് നമ്മളുടെ മാരിനേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ മാജിക് ക്യൂബ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതില്ലാത്തവർക്ക് ചിക്കൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ വേവിച്ച് അതെടുത്ത് വെച്ചാലും മതി. നെക്സ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് കളർ ഇട്ട് കൊടുക്കുക. അവിടെ ഞാൻ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. കളർ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വേണമെങ്കിൽ ഒഴിവാക്കാം. അടുത്തതായിട്ട് നമ്മൾ മന്തി മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഞാൻ ഈ ഇൻസ്റ്റൻറ്റ് മന്തി മസാലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പല ടൈപ്പ് മന്തി മസാല പല കമ്പനികളുടേതും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്, അപ്പോൾ നോക്കി വാങ്ങാം. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വേവിച്ച് ചിക്കൻ കവർ ചെയ്യാനുള്ള മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ മസാല നന്നായി മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ റൈസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ചേഞ്ചസ് വരും. അപ്പോൾ അത് നോക്കി ചെയ്യുക. അങ്ങനെ എല്ലാ ചിക്കനും മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് നമുക്ക് പൊരിച്ചെടുക്കണം. ഇപ്പോൾ പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ 1 by 1 ആയിട്ട് വെച്ച് കൊടുക്കുക. ഇത് 2 ഭാഗം നന്നായി ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ്റെ പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നെക്സ്റ്റ് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് അല്പം നെയ്യ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നെയ്യ് മാത്രമല്ല നമ്മളിതിലിടുന്നത്, പ്ലസ് ഓയിലും കൂടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നെയ്യ് എടുക്കുന്നതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ഓയിൽ എടുക്കുന്നുണ്ട്.
അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 15ഓളം വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഞങ്ങൾ ലാർജ് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റിയിലൊക്കെ ചേഞ്ചസ് വരുത്താം കേട്ടോ. സവാള അതുപോലെ ഓയിൽ അങ്ങനെ എല്ലാത്തിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഐറ്റംസൊക്കെ സെയിം തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ പൊടിയായിട്ടൊന്നല്ല ഇട്ട് കൊടുക്കുന്നത്, നമ്മളത് പച്ചയ്ക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാതും കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകും കൂടി അരച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി അരമണിക്കൂറായിട്ട് കുതിരാൻ വെച്ചിട്ടുള്ള അരിയാണിത്. ഇതിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിൽ ഡൗട്ടുള്ളവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അരി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുതിർത്തി അരിയാണ് ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കുഴിമന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ഭംഗിയും അതുപോലെ ടെക്സ്ചറൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 കപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 4.5 കപ്പ് എടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി വലിയ വലിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്യാപ്സിക്കം, ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളർഫുൾ ആയിരിക്കും. നമുക്ക് ഈ ഒരു മെത്തേഡ് അല്ലാതെ കുഴിമന്തി ഈ റൈസ് വെച്ച് ഊറ്റിയിട്ട് അങ്ങനെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഇരിങ്ങരത്തിൻ്റെ ഇല, ബേ ലീഫ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ, നമ്മൾ കപ്സയിലൊക്കെ അറേബ്യൻ റൈസിലൊക്കെ ഇടുന്ന, അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഇതില്ലാത്തവർ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ആ ഒരു പുളിയും അതുപോലെ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് ഗ്രാമ്പൂസും ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമ്മളിത് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ വീഡിയോയിലൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പറയാനല്ല, ശരിക്കും ഇടാനാണ് വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൽ. അപ്പോൾ ആവശ്യത്തിന് ചെക്ക് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഈ നേരത്തെങ്കിലും ഉപ്പിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ട് ഞങ്ങളെ ഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഉപ്പില്ലാത്ത കഷായം പോലെ ഉപ്പില്ലാത്ത കുഴിമന്തി തിന്നേണ്ട ഗതി വന്നിരുന്നു. അപ്പം നമ്മൾ ഉപ്പിടാൻ ഒരിക്കലും മറക്കരുത് എന്നുള്ള കാര്യം എപ്പോഴും ഓർത്ത് വെക്കുക. പിന്നെ ഇതൊക്കെ നന്നായി എല്ലാ ഭാഗത്തും എത്താനും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മൂടി വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ 2 പാത്രത്തിൽ ഇരിക്കുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള ലിക്വിഡ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല ഇത് എന്താണെന്ന്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളമാണ്. അപ്പോൾ ഒരെണ്ണം ശരിക്കും ആ ഗ്രീൻ യെല്ലോ കളറിലുള്ളത്, മറ്റേ റെഡ് ഞങ്ങൾ കുറച്ച് റെഡ് കളർ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ആ സ്റ്റോക്കിൽ. അപ്പോൾ അതും കൂടി നമ്മൾ ഈ അരി അതുപോലെ തന്നെ ഈ മിക്സൊക്കെ ഉള്ള ഈ ഒരു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കാരണം എന്നാൽ മാത്രമേ ആ ടേസ്റ്റ് കിട്ടുള്ള ചുവ വരുള്ളൂ ആ ചിക്കൻ്റെ. ശരിക്കും ഈ ചിക്കൻ്റെ സ്റ്റോക്കിലാണ് നമ്മൾ അരി വേവിക്കാറ് കാട്ടാറ്. പക്ഷേ ഇത് ലാർജ് ക്വാണ്ടിറ്റി ഉള്ള കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറേ ആളുകൾക്ക് വേണ്ടിയിട്ട് മന്തി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പല കളറുള്ള റൈസ് കിട്ടും. റെഡ് അതുപോലെ തന്നെ വൈറ്റ്, യെല്ലോ അങ്ങനെ 3 കളറായിട്ടുള്ള റൈസ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഫുഡ് കളർ ഇഷ്ടമില്ലാത്തവർ ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കുക സ്റ്റെപ്പ്. ഫൈനലി നമ്മളിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിന, മല്ലിയിലൊക്കെ ഒന്ന് വെതറിട്ട് കൊടുക്കുക. ആൻഡ് ഫൈനലി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടായിരുന്നല്ലോ, ആ പീസസൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെക്കുക. എന്നാൽ മാത്രമേ ചിക്കൻ്റെ ഒരു സ്മെല്ല് അതിൽ റൈസിലൊക്കെ ഒന്ന് പറ്റി പിടിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഴിമന്തിയുടെ സീക്രട്ട്. നമ്മളൊരു പാത്രം ഈ റൈസിൻ്റെ നടുവിലായിട്ട് വെക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കനൽ, നല്ല ചൂടുള്ള കനൽ കൊടുന്നിടുക. അപ്പോൾ നമ്മൾ ഈ അടുപ്പിൽ തന്നെ ഉണ്ടായിരിക്കും.
കനൽ ഞാനിവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സെയിം അടുപ്പിൽ നിന്നാണ് കനലെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന അത് ഇടുക, ചാർക്കോള്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ നല്ല ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കരുത്. നമ്മൾ ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ, സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ വേണം ഒഴിച്ച് കൊടുക്കാൻ. ഇതിനുടനെ തന്നെ നമ്മളൊരു മൂടി വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1 ഹവറിൻ്റെ ശേഷമാണ് ഞാനത് ഓപ്പൺ ആക്കിയത്. അപ്പോൾ നോർമൽ എല്ലാവർക്കും ടെക്നിക്ക് അറിയുന്നുണ്ടാവും. പിന്നെ ഇവിടെ പ്രത്യേകം ഈ വീഡിയോയിലുള്ളത് എന്താ വെച്ചാൽ ഞാൻ ലാർജ് ക്വാണ്ടിറ്റിയാണ് ഇതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അതും അടുപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇതിന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. താങ്ക്